ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ലക്കി മാം സ്റ്റോറീസ് എന്ന് അഫിയാണേ. ഞാൻ ഇന്ന് എൻ്റെ സ്റ്റിച്ചിങ് ജേണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ വേണമല്ലോ. അത് ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ഡ്രസ്സസ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും കണ്ടുകൊണ്ട് എൻ്റെ കഥ കേൾക്കാം അല്ലേ. പല തവണകളിലായിട്ട് ഈ സ്റ്റിച്ചിങ് മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച് നോക്കി പിൻവലിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ എല്ലാവരും പറയുന്ന പാഷൻ എന്ന വേർഡില്ലേ, അതൊന്നും അറിയില്ലായിരുന്നല്ലോ. പാഷനാണ്, എൻ്റെ ഒരു പാഷനാണിതെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ അടുത്ത് ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ നമ്മളെ വീട്ടിൻ്റെയൊക്കെ അടുത്തുള്ള ഒരാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അവിടെ ജോയിൻ ചെയ്ത്. പക്ഷെ അതൊക്കെ ഒരു കളിയിലൂടെ അങ്ങനെ കമ്പനി ആയിരിക്കുക, ടൈം പാസ് ചെയ്യുക എന്നുള്ളൊരു ലെവലിൽ എടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ അതിനോടുള്ളൊരു ഇഷ്ടം അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്തും പ്രാക്ടീസ് ചെയ്ത് വേണം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊരു കാര്യമാണെങ്കിലും. അപ്പം അതൊന്നും അന്നത്ര അറിയില്ലായിരുന്നു. അന്നൊരു കുട്ടിക്കളി പോലെ അങ്ങനെ പോയി പഠിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും ജോയിൻ ചെയ്ത്. അന്നൊക്കെ ഭയങ്കര ലാഗായിരുന്നു. ഇന്നർ വെയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അങ്ങനെ പോവും സ്റ്റിച്ചിങ്. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമുക്ക് അതിനോടൊരു മടുപ്പ് വന്നിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം നിൽക്കാൻ വരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് പോയി പഠിക്കുന്നതും. അങ്ങനെ ആ ഒരു സ്റ്റിച്ചിങ് ആ സെൻറ്ററും അത്ര ഇഷ്ടമല്ലാതായി. പിന്നെ സത്യം പറഞ്ഞാൽ മോള് ചെറുതുണ്ട്, അങ്ങനെ പ്രാക്ടീസൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കും. പക്ഷേ അന്നൊന്നും ആ ഒരു മെത്തേഡൊന്നും അത്ര ഒരു സ്യൂട്ടബിൾ അല്ലായിരുന്നു. ഒരു ഏകദേശം ഒരു ഐഡിയ തരും എന്നല്ലാതെ ബാക്കിയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ചുരിദാറൊക്കെ പഴയ എന്തെങ്കിലും സാരിയോ എന്തെങ്കിലുമൊക്കെ അമ്മേനോട് ജസ്റ്റ് ചോദിച്ച് വാങ്ങി സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ഷേപ്പൊന്നും ആവില്ല, കറക്റ്റ് ഫിറ്റ് ആവില്ല, അവിടെ ടൈറ്റ് ഇവിടെ ടൈറ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ അതവിടെ ഇടും. എന്നിട്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് വേറെ ഒന്നെടുത്ത് അങ്ങനെ ചെയ്യും. അപ്പോൾ വീട്ടിൽ നിന്നും ഭയങ്കര ഒരു നിരുത്സാഹപ്പെടുത്തലായി. നീ ഓരോന്ന് എടുക്കും, സ്റ്റിച്ച് ചെയ്യും, എന്നിട്ടിട്ട് മുഴുവനാക്കൂല എന്നുള്ളതൊക്കെ ടോക്കായി. അങ്ങനെ പിന്നെ അതിനോടൊരു ചടപ്പായി. എന്താ ഇപ്പം ചെയ്യുക, ഇതൊന്ന് അടിപൊളിയാക്കി കറക്റ്റ് ഫിറ്റാക്കുക എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അപ്പോഴേക്കും പുറത്തുനിന്ന് കാണുന്നവരും വിചാരിക്കും ഞാനിങ്ങനെ പോകുന്നുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ അവർ ചോദിക്കും, നീ കുറേ കാലമായല്ലോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു, എന്നിട്ട് ഇതുവരെ ഒന്നും സ്റ്റിച്ച് ചെയ്തില്ലേ എന്നുള്ള ചോദ്യമായി. പലരും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വിചാരം എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, കുറേ കാലം പഠിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു അപകർഷതാബോധം. എന്താ അപ്പോൾ ചെയ്യുക, ഒന്നും കംപ്ലീറ്റ് ആക്കാനും പറ്റുന്നില്ല, സാഹചര്യങ്ങളൊന്നും സെറ്റാവുന്നില്ല. ഏതൊരു കാര്യത്തിലും നമ്മളെക്കാളും കൺസേൺ ആണല്ലോ ആളുകൾക്ക്. അപ്പോൾ അതൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. പ്രത്യേകിച്ചും മറ്റുള്ളവർ പറയുമ്പോഴേക്കും നമ്മളാകെ ഡെസ്പാവുമായിരുന്നല്ലോ. ഇപ്പം പിന്നെ കുറേയൊക്കെ മനസ്സിലായി. ആളുകളല്ല, നമ്മളെ ഉള്ളിൽ എന്താണോ, നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ, അത് ആളുകൾ പറയുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ വരയാവേണ്ട കാര്യമില്ലെന്നൊക്കെ ഉള്ള ഒരു ബോധമൊക്കെ വന്ന്. അങ്ങനെ ഇത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളിലിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും തപ്പി നടന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ കട്ടിങ് മെത്തേഡുകളൊക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷേ സ്റ്റിച്ചിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന വീട്ടിനടുത്തുള്ള ഷോപ്പിൽ ജസ്റ്റ് പോയിരിക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് 1-2 ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്യാഷ് കിട്ടും. അങ്ങനെയൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ടെക്നിക്കും ഞാൻ അവിടുന്ന് പെർഫെക്റ്റാക്കി പഠിച്ചെടുത്ത്. സ്റ്റിച്ചിങ്ങിനോടുള്ള ഭയങ്കര ഒരു ഇഷ്ടം കൊണ്ട് പോയിരുന്നതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ച്. പിന്നെ ബാക്കി കഥയായിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.